പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും സാധാരണ ഉപാധികളോടെയാണ് ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ചെന്ന് അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമൃതോദാസ് റിപ്പോർട്ടറോട് പറഞ്ഞു. Once the bail has been granted, I think right now the investigation may go on, but whatever comes out in the investigation is the final thing. But there was no reason why the sister should be detained. The investigation is at a very initial stage, and that was the reason why they were objecting to it. And apart from that, they had raised their formal objection. So there was one more thing that their custodial interrogation was not required. Therefore, that was something which was there in the, I think that played important in the mind of the court. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, ഗുഡ് ഈവനിംഗ്. നമ്മൾ ഓരോ മിനിറ്റിലും തത്സമയ അപ്ഡേറ്റുകൾ, പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോടതി മുറിക്കുള്ളിൽ നിന്ന് ആദ്യം ഈ വാർത്ത ലോകത്തെ അറിയിച്ചത്, ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ചത് മുബഷിറാണ്. അതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മുബഷിർ, ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് അമൃതോദാസ് സൂചിപ്പിച്ചിരുന്നു ഈ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതിനെ പറ്റി. ഇന്ന് അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. അത് കോടതി ഉത്തരവിലും നമ്മൾ കാണുന്നുണ്ട്. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതിരുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഈ ജാമ്യത്തിന് ഗുണകരമായോ? ഈ ഉത്തരവ് പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? ജാമ്യത്തിന്മേലുള്ള ഉപാധികൾ എന്തൊക്കെയാണ് മുബഷിർ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിച്ച ഘട്ടത്തിലും നമുക്കത് വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് തെറ്റൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നത് കൃത്യം 11:53 അങ്ങനെ തന്നെ പറയേണ്ടി വരും. സിറാജുദ്ദീൻ ഖുറേഷി ജഡ്ജ് ആശ്വാസകരമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്തോടു കൂടിയാണ്. കൃത്യമായിട്ടുള്ള ഉപാധികളോടുകൂടിയുള്ള ജാമ്യം തന്നെയാണ് ഇന്ന് കന്യാസ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. NIA കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ രാജ്യം വിട്ടു പോകരുതെന്ന് കോടതി ഉത്തരവിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാസ്പോർട്ട് NIA കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അല്പസമയം മുമ്പ് തന്നെ കന്യാസ്ത്രീകളുടെ കുടുംബ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളുടെ പ്രധാനപ്പെട്ട രേഖകൾ ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇമെയിൽ വഴിയാണ് ഇവയുടെ കോപ്പികളൊക്കെ തന്നെ അയച്ചു കൊടുത്തിട്ടുള്ളത്. കോടതി അത് അംഗീകരിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാമ്യ കാലയളവിലെ വാസസ്ഥലം NIA അറിയിക്കണം എന്നുള്ളതാണ്. അതായത് ഏത് മേഖലയിലേക്കാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി ഈ ജാമ്യ വ്യവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന സാധാരണ ഒരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യവും ഈ ഉത്തരവിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാകണം. ഈ നിബന്ധനയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതിഷേധത്തിനും കാരണമായി. അതിലേക്ക് കൂടി പോകണം. പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. മുബഷിർ, പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നതുൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് NIA കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 2 ആഴ്ച കൂടുമ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ഉപാധികളുണ്ട്. പി ആർ സുനിൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ. സിസ്റ്റർ പ്രീതി മേരിക്ക് 55 വയസ്സാണ് പ്രായം. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന് 53 വയസ്സും. രണ്ടുപേരും 2 ആഴ്ച കൂടുമ്പോൾ അടുത്തുള്ള അവർ താമസിക്കുന്ന ഇടത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകുന്നതടക്കമുള്ള കാര്യങ്ങൾ NIA ഈ കേസ് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു എന്ന സൂചന നൽകുന്നതാണോ ഈ ഉപാധികളിലെ 1-2 വരികൾ? സുജയ, തീർച്ചയായും കർശന ഉപാധികൾ ഇപ്പോൾ NIA കോടതി ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇപ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പോലെ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലം സംബന്ധിച്ച് NIA ഉദ്യോഗസ്ഥനെ അറിയിക്കണം എന്നതാണ്. ഒരു NIA കേസ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ NIA കോടതി ഈ കേസ് പരിഗണിച്ച് ഇതിൽ ഒരു ജാമ്യം നൽകിയിരിക്കുന്നത്. വിദേശത്തേക്ക് പോകാൻ പാടില്ല, പാസ്പോർട്ട് കെട്ടിവെക്കണം, ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല, പൊതുമധ്യത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ല, അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്താൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാൻ പാടില്ല. സാധാരണ ഉൾപ്പെടുത്തുന്ന ഉപാധികളാണ് എന്നൊക്കെ വാദിക്കാമെങ്കിൽ പോലും ഇതിലെ ചില ഉപാധികളെങ്കിലും കർശനമായി തന്നെ ഉൾപ്പെടുത്തിയതാണ്. ഇതോടൊപ്പം തന്നെ ഈ കേസിലെ ഉത്തരവ് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് ഇതൊരു കള്ളക്കേസാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ഉത്തരവിൽ തന്നെ കോടതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഈ 3
പെൺകുട്ടികളുടെ മൊഴി ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ പറയുന്നത് അവർ ക്രിസ്ത്യാനികളായി ജീവിച്ചു വരുന്നവരാണ്. അവർ ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് വിധേയരായവരല്ല. അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കന്യാസ്ത്രീകളുടെ കൂടെ ആഗ്രയിലേക്ക് പോയത് എന്നുകൂടി ഇപ്പോൾ ഈ ഉത്തരവിൽ അതാണ് രണ്ട് പെൺകുട്ടികളുടെ മൊഴി, അവർ നൽകിയ മൊഴി, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സത്യവാങ്മൂലം അത് പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നതും ഈ ഉത്തരവിൽ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു, പി. സുനിൽ.